വളരെ ഒരു അർത്ഥവത്തായ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ജ്യോതിഷികളെല്ലാം ഈ ഫലം പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരവർക്ക് തോന്നുന്നത് പോലെയാണോ ഇതൊക്കെ പറഞ്ഞു പോരുന്നത്? കാരണം ഇന്ന് ലോകത്ത് ഒരുപാട് പേർ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതെങ്ങനെ ഫലം പറയുന്നു? ഈ ഫലം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? എവിടെയെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ? നല്ലൊരു ചോദ്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ട് 18 ആചാര്യന്മാർ ആണ് ജ്യോതിശാസ്ത്ര പ്രവർത്തകാഹ എന്ന് പറയുന്നു. സൂര്യപിതാമഹ, സൂര്യൻ, പിതാമഹൻ, അത്രി, വസിഷ്ഠൻ, ച്യവനൻ, യവനൻ എന്നിങ്ങനെ ലോമശൻ, ശുനകൻ, ഒരുപാട് ഋഷികൾ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് അടിസ്ഥാന ഗ്രന്ഥമായിട്ട് നമ്മൾ ഓരോ സംഹിതകളും പഠിക്കണം. കാരണം ജ്യോതിശാസ്ത്രത്തിൽ 4 ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളുണ്ട്. ബൃഹത്തായ ഒരു ശാസ്ത്രമാണ്. അതൊരു ആയുസ്സിൽ പഠിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. എനിക്ക് പറ്റില്ല, അത് ഉറപ്പിച്ച് പറയുന്നു. അത്രയും അറിയില്ല. ലക്ഷം ചത്വാരി വേദാഖ്യോ എന്ന് പറഞ്ഞു. ലക്ഷം ഭാരതമേവച, ലക്ഷം വ്യാകരണം പ്രോക്തം, ചതുർലക്ഷം തു ജ്യോതിഷം. മഹാഭാരതം, വ്യാകരണം, വേദങ്ങൾ മുതലായവ പരിശോധിച്ചു കഴിഞ്ഞാൽ 1,000 ശ്ലോകങ്ങളാണ് ഉള്ളത്. ജ്യോതിഷത്തിൽ ചതുർലക്ഷം തു ജ്യോതിഷം. അപ്പോൾ 4 ലക്ഷത്തിൽ പരം ഈ ശാസ്ത്രത്തെ ബൃഹത്തായ ഒരു ശാസ്ത്രമാണെന്ന് കാണിക്കുവാൻ ഈ ശ്ലോകം വളരെയധികം പ്രയോജനപ്പെടുന്നു. ഈ 4 ലക്ഷം ശ്ലോകങ്ങളൊക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏവർക്കും അറിയാം, അസാധ്യമാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള ബാലപാഠം അതിലെന്തൊക്കെ പഠിക്കണം, അതിനുശേഷം എന്തൊക്കെ പഠിക്കണം എന്നുള്ളതൊക്കെ കേരളീയ ജ്യോതിഷ പദ്ധതി ശാസ്ത്രപ്രകാരം നമുക്കിവിടെ ചിന്തിക്കാം. കേരളീയ ശാസ്ത്രം അടിസ്ഥാനപരമായിട്ട് വരാഹമിഹിരൻ്റെ ബൃഹജ്ജാതകം, അല്ലെങ്കിൽ അതിനെ ഹോരാശാസ്ത്രം എന്ന് പറയുന്നു. അതാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം ആയിട്ട്, വൺ ഓഫ് ദി അടിസ്ഥാന ഗ്രന്ഥം. അത് മാത്രമാണെന്നല്ല, അത് വളരെ വിപുലമായിട്ട് ചിന്തിച്ചു പോരുന്നു. ഇപ്പോൾ വരാഹമിഹിരനാണ് അത് എഴുതിയത്. അദ്ദേഹത്തിൻ്റെ തന്നെ ബൃഹത് സംഹിത എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഷഡ്പഞ്ചാശിക എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. പ്രശ്നത്തിന് നാം ചിന്തിക്കുന്നത് അടിസ്ഥാനമായിട്ട് പ്രശ്നമാർഗം തന്നെയാണ്, ഏവർക്കും അറിയാം. ഈ ടെക്സ്റ്റുകളുടെ പേരെന്തുകൊണ്ട് പറയുന്നു എന്നതുകൂടി പറയാം. ഇത് ഏവരും ഒന്ന് ഗൂഗിൾ ചെയ്യുക. ഇതെടുത്ത് വെച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടല്ല, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് ഈ ശ്ലോകങ്ങളെല്ലാം, പ്രാമാണിക ശ്ലോകങ്ങളെല്ലാം പഠിച്ച് അന്വയിച്ച് അർത്ഥം മനസ്സിലാക്കി സാധാരണക്കാരനായ ഒരാൾക്ക് ഇന്ന ഫലം വരാനുള്ള സാധ്യതയെ സൂചിപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവജ്ഞൻ. അല്ലാതെ അതിനകത്ത് കയറി നമ്മുടെ പൊടിപ്പും തോങ്ങലും ഒക്കെ ചെയ്ത് എവിടെയോ ഉള്ള എന്തോ ഒരു ദോഷത്തെ മനസ്സിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് അയാളെ ഭയചകിതനാക്കി ഓടിച്ചു വിടുകയല്ല ലക്ഷ്യം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റുകളെല്ലാം ഒട്ടുമുക്കാൽ തന്നെ സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ഗൂഗിളിൽ ഇതിൻ്റെയൊക്കെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടെക്സ്റ്റിൻ്റെയും PDF ഫോർമാറ്റൊക്കെ കിട്ടും. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ, ഇതിൽ എന്താണ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയാൻ കൂടുതലായിട്ട് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗൂഗിൾ ചെയ്ത് നോക്കാം. വീണ്ടും ഗ്രന്ഥങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഹോരാശാസ്ത്രം, ബൃഹജ്ജാതകം. അതെ, ഹോരാശാസ്ത്രത്തെ തന്നെയാണ് ബൃഹജ്ജാതകം എന്ന് പറയുന്നത്. ആ ബൃഹജ്ജാതകത്തിന് ഒരുപാട് കമൻട്രീസ് ഉണ്ട്. ഈ കമൻട്രീസ് ഇല്ലാതെ നമുക്ക് ഒരു വിഷയത്തെ മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. കാരണം ഒരു ശ്ലോകം എടുത്തു കഴിഞ്ഞാൽ, ശ്ലോകം എന്ന് പറയുന്നത് പദ്യം. അപ്പോൾ ആദി കാവ്യം എന്ന് പറയുന്നത് രാമായണം. അത് എഴുതിയിട്ടുള്ളത് രൂപേണയാണ്, അത് ശ്ലോകത്തിലാണ്. കാരണം ആ ശ്ലോകത്തിൽ 2 വരിയിൽ ഒരുപാട് വിഷയങ്ങളെ അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതെന്ത് എന്ന് മനസ്സിലാക്കി അതിനെ ഒരു എസ്സേ ആയിട്ട് നമുക്ക് എഴുതുവാൻ പറ്റും. അങ്ങനെയാണല്ലോ, 2 വരി ശ്ലോകമെടുത്തു അതിനെ വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം, ഇന്ത്യയെ പറ്റി വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു തന്നെ എഴുതാം നമുക്ക്. അതുപോലെ ഈ ശ്ലോക രൂപേണ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്.
വരാഹമിഹിരൻ മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ വർത്മാ പുനർജന്മനാം എന്ന് പറഞ്ഞ ആദ്യത്തെ ശ്ലോകം തുടങ്ങുകയാണ്. അതിനെ നമ്മൾ കമൻട്രി കൊണ്ട് മനസ്സിലാക്കി അന്വയിച്ച് അർത്ഥം പഠിക്കുകയാണ്. ഒരുപാട് അർത്ഥങ്ങൾ, ഗൂഢ അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ കമൻട്രീസിലൂടെ നാം അതിനെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഹോരാശാസ്ത്രമായി, ബൃഹത് സംഹിതയായി, ഫലദീപിക എന്ന് പറഞ്ഞ മന്ത്രേശ്വര ആചാര്യ കൃതമായ ഫലദീപിക, സാരാവലി കല്യാണവർമ്മൻ എഴുതിയതാണ്. പിന്നെ ജാതക പാരിജാതം, കൃഷ്ണീയം എന്നിങ്ങനെ ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. പ്രശ്ന കൗതുകം, മലയാളത്തിൽ പ്രശ്ന കൗതുകമുണ്ട്, ജാതകാദേശമാർഗമുണ്ട്, പ്രശ്നാനുഷ്ഠാന പദ്ധതിയുണ്ട്, പ്രശ്നമാർഗമുണ്ട്, ഷഡ്പഞ്ചാശികയുണ്ട്. എന്നിങ്ങനെ കുറേ ഗ്രന്ഥങ്ങൾ വിവിധ പ്രമാണങ്ങളിലൂടെ അതിൽ നിന്ന് ഉപയോഗപ്രദമായിട്ട്, അതായത് ഈ കാലഘട്ടത്ത് നാം എന്തൊക്കെ ചിന്തിക്കുന്നു അതിനനുസൃതമായിട്ടുള്ള പ്രമാണങ്ങളെല്ലാം എടുത്ത് മനസ്സിലാക്കിയ ശേഷമാണ് ഒരു ജാതകത്തെ നോക്കി അല്ലെങ്കിൽ പ്രശ്നം വെച്ചിട്ട് ജനങ്ങളിലേക്ക് ആ ഒരു ഇൻഫർമേഷനെ പാസ്സാക്കുന്നത്. ഈ കാലഘട്ടത്ത് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് അന്ന് യുദ്ധപ്രശ്നമുണ്ട്, ഇന്ന് യുദ്ധപ്രശ്നമില്ല, ആരും വെക്കുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ പ്രമാണം പഠിക്കുന്നില്ല. മുഷ്ടിപ്രശ്നമുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നിങ്ങനെ കുറേ പ്രാമാണിക ശ്ലോകങ്ങൾ അതിലേക്കായിട്ടുണ്ട്. അതിപ്പോൾ ആരും പഠിക്കുന്നില്ല, കാരണം അത് ഉപയോഗിക്കാനായിട്ട് ഇന്നത്തെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അത് പഠിക്കുന്നില്ല. അത് മാറ്റിവെച്ചാലും നമുക്ക് വീണ്ടും 4 ലക്ഷത്തോളം ശ്ലോകം കിട്ടും. അപ്പോൾ അതിൽ എല്ലാം പഠിച്ചിട്ട് നമുക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഒരു ടോപ്പിക് എടുത്ത് ആ ടോപ്പിക്കിൽ നമുക്ക് ലഭ്യമായ പ്രാമാണിക ശ്ലോകങ്ങളെല്ലാം എഴുതി, ഓരോ ഗ്രഹത്തിന് ഓരോ രാശിയിൽ ഓരോ ടെക്സ്റ്റ് പ്രകാരം ഇന്ന ശ്ലോകങ്ങളുണ്ട് എന്ന് ആ ശ്ലോകങ്ങളെ ഹൃദ്യസ്ഥമാക്കിയ ശ്ലോകങ്ങളെ കമൻട്രീസിലൂടെ അന്വയിച്ച് അർത്ഥം മനസ്സിലാക്കി സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അടിസ്ഥാനം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റുകളുടെ പേരെല്ലാം തന്നെ, ഈ ടെക്സ്റ്റുകളാണ് ഈ നമ്മളുടെ അടിസ്ഥാനം, ജ്യോതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. എപ്രകാരമാണോ ഒരു ലീഗൽ പ്രൊഫഷണൽ, ഒരു ലോയർക്ക് IPC 300, IPC 302, IPC 297A പ്രകാരം ഇന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ലൂപ്പ് ഹോൾ, ഇല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് അതിൻ്റെ ബേസിസിലുള്ളത്, ക്ലാസ് 1, 2, 3 ഇല്ലെങ്കിൽ ക്ലാസ് ABC എന്ന് പറയുന്നത് പോലെ പല ആചാര്യന്മാരും മുമ്പത്തെ ആചാര്യൻ്റെ ഒരു ശ്ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അത് ഇങ്ങനെയാവാൻ സാധ്യതയുണ്ട് എന്ന് കോട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഉചിതമായിട്ട് യുക്തിയുക്തമുപാദേയം വചനം ബാലകാദപി അന്യതൃണമിവ ത്യാജ്യം അപ്യുക്തം പത്മജന്മനാം. യുക്തിയുക്തമായിട്ടൊരു ബാലൻ പറഞ്ഞാലും കേൾക്കണമെന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ യുക്തിയുക്തമായിട്ട് നമ്മൾ ചിന്തിച്ച് നമ്മളുടെ അടുത്ത് വരുന്നവരുടെ അടുത്ത് ജാതകം നോക്കിയിട്ട് ഇല്ലെങ്കിൽ പ്രശ്നം നോക്കിയിട്ട് ഗ്രഹങ്ങളുടെ ചിന്ത, അതിനെ ഗണിതം മനസ്സിലാക്കി, ഗണിതം, സംഹിത, ഹോര, ഇത് 3 അടിസ്ഥാനമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ഒരു ഫലത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കുന്ന ഭാഷയിൽ ദൈവജ്ഞൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ഇന്ന് എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിവിടെ ആരെയും വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണ്. അല്ലാതെ ഇവിടെ ഇരിക്കുന്നവനെല്ലാം അറിഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണ്, ഇതേ പറ്റൂ, ഇതേ പ്രാവർത്തികമാക്കാവൂ എന്നുള്ള ഒരു ചിന്തയുമില്ല. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ത് എന്നുള്ളൊരു സംശയം, നല്ലൊരു സംശയമായിരുന്നു. ആ സംശയത്തിനുള്ള ഉത്തരമാണ് നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ ദൈവജ്ഞൻ, ജ്യോതിഷികൾ ജാതകം നോക്കി, പ്രശ്നം നോക്കി, നിങ്ങൾക്ക് ഭാഷയിൽ അതിനെ എത്തിക്കുവാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി ഈ ഒരു ശാസ്ത്രത്തെ സാധാരണ ജനങ്ങൾ ഭയമില്ലാതെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഭയം എൻ്റെ ധനമാകുന്നു. യുവർ ഫിയർ ഈസ് മൈ മണി. യുവർ ഫിയർ ഈസ് മൈ മണി. അപ്പോൾ ഒരിക്കലും ഭയം പാടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷനോട് കൂടി ഇന്നത്തെ പരിപാടി നിർത്തുന്നു. നമസ്കാരം.